തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിൽ പോലീസുകാരനെ നടു റോഡിൽ മർദ്ദിച്ചു എന്നുള്ളതാണ്. ടെലികമ്മ്യൂണിക്കേഷൻ CPO R ബിജുവിനാണ് മർദ്ദനമേറ്റത്. വീടിനുള്ളിൽ അതിക്രമിച്ചു കയറിയ ബിജുവിനെ CITU പ്രവർത്തകരാണ് മർദ്ദിച്ചത്. എന്തായിരുന്നു സംഭവിച്ചത് കമലേഷ്? ഫിജി, അത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയല്ല, അത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് രാവിലെ തന്നെ വന്ന ഒരു വാർത്തയാണ്. ഇതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ CPM പ്രവർത്തകരുടെ, CITU പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും മർദ്ദനമേറ്റത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ CPMന്റെ വാൻഡ്രോസ് ജംഗ്ഷൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള സെൽവരാജിന്റെ വീട്ടിലാണ് ഈ പോലീസുകാരൻ അതിക്രമിച്ച് കടന്നത്. ഇയാളുടെ ഭാര്യയ്ക്കെതിരെ ഏതോ തരത്തിലുള്ള ഒരു മോശം ഇടപെടൽ ഉണ്ടായി. ഇതിന്റെ ഭാഗമായി ഭാര്യ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് CPM പ്രവർത്തകരും ഈ CITU പ്രവർത്തകരും എത്തി ഇയാളെ പിടികൂടിയത്. ഈ പിടികൂടുന്ന സമയത്ത് ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇയാൾ സ്ഥിരമായി മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് എന്ന നിലയിലാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇയാൾ ഓഫീസിൽ പോയിട്ടില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതോടൊപ്പം ഇയാൾ ഈ ടെലികമ്മ്യൂണിക്കേഷൻ വിങ്ങിലെ, അതായത് പോലീസിലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ വിങ്ങിലെ CPO ആണ് ബിജു എന്നാണ് ഇയാളുടെ പേര് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിലെ ടെലികമ്മ്യൂണിക്കേഷൻ വിങ്ങിലെ CPO ആയിട്ടുള്ള ബിജുവിനാണ് ഇത്തരത്തിൽ വലിയ തരത്തിൽ CITU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് മർദ്ദനമേൽക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഒടുവിൽ ഈ പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ മ്യൂസിയം പോലീസ് എത്തി ഇയാളെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്, അതിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇയാളെ മർദ്ദിച്ചു എന്ന കുറ്റത്തിന് നാട്ടുകാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഫിജി, കമലേഷ്, ഇയാൾ പോലീസുകാരനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ CITUക്കാർ മർദ്ദിച്ചത്? അക്കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണമില്ല. ഇയാൾ യൂണിഫോമിലായിരുന്നില്ല. ഇയാളെ കണ്ടാലും ഒരു പോലീസുകാരൻ്റെതായ ഒരു കാര്യം, അയാൾ പോലീസുകാരനാണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ഉള്ള ഒരു ഇടപെടലായിരുന്നില്ല. ഇയാൾ ഒരു മാസത്തോളമായി ഓഫീസിൽ ചെല്ലുന്നില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്ഥിരം മദ്യപാനിയാണ്. മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒരു മാസത്തോളം ഇയാൾ ഓഫീസിൽ പോകുന്നില്ല. ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ വിളിച്ചറിയിച്ചതിന് പ്രകാരമാണ് ഈ CITU നേതാക്കളും CPM പ്രവർത്തകരും ഇവിടെ എത്തി ഇയാളെ പിടികൂടുന്നതിനിടെ ഇയാൾക്കെതിരെ വലിയ തോതിൽ മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. ഈ മർദ്ദനത്തിന് ശേഷം പോലീസ് എത്തി ഇയാളെ കൊണ്ടുപോവുകയായിരുന്നു എന്നാണ്. ഇതിന് ശേഷമാണ് ഇയാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്ന കാര്യം മനസ്സിലായത് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിജി, ശരി, ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ക്രൂരമായൊരു മർദ്ദനം അവിടെ സംഭവിച്ചിരിക്കുന്നു. കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും ഒരു പോലീസുകാരനാണ് നടു റോഡിൽ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നത്. CITU പ്രവർത്തകരാണ് മർദ്ദിച്ചത്.